മക്കളെ, ഇന്ന് നമുക്ക് പ്രേം കെ സിവ ആർ കുച്ച് നഹീം എന്ന ഡയറിയിലെ ആക്ടിവിറ്റി നോക്കാം. ഇതിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കാണ് നമ്മൾ നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, मैंने 20 रुपये निकाल कर उसकी और बढ़ा दिए, यहाँ लिया का कौन सा मनोभाव प्रकट होता है? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. मैंने 20 रुपये निकाल कर उसकी और बढ़ा दिए. ഞാൻ 20 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടി. യഹാ ലേഖിക കാ കോൻ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ ലേഖികയുടെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത്? സഹജീവോ കെ പ്രതി സമാനുഭൂതി. സമാനുഭൂതി എന്ന് എഴുതാം, സഹാനുഭൂതി എന്ന് എഴുതാം കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. സഹാനുഭൂതി എന്ന് പറഞ്ഞാലും സമാനുഭൂതി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്? സഹജീവോ കെ പ്രതി സഹാനുഭൂതി. ഇനി അടുത്തത് നോക്കാം. नहीं, वह 20 रुपये नहीं दे, इससे आपने क्या समझा? അല്ല, അതൊരു 20 രൂപയായിരുന്നില്ല. ഇതിൽ നിന്നും ആപ്നെ ക്യാ സമജ, ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതായത് അത് ഒരു 20 രൂപയായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദിച്ചത്. ആൻസർ നോക്കാം. कतार में परेशान हुए व्यक्ति को उस 20 रुपये एक अमूल्य राहत दी. കതാർ പറഞ്ഞ വരിയില്, ലൈനിൽ നിൽക്കുകയായിരുന്ന, ലൈനില് പരവശനായി അതായത് ദുഃഖിതനായി നിൽക്കുന്ന വ്യക്തിക്ക് ആ 20 രൂപ ഒരു വില മതിക്കാനാകാത്തതായിരുന്നു, അമൂല്യമായതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത നോക്കാം. अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है, ऐसा क्यों कहा गया है? ഹോസ്പിറ്റലിനകത്തും പുറത്തും വ്യത്യസ്തമായ ലോകമാണുള്ളത് എന്ന് പറഞ്ഞു. വ്യത്യസ്ത ലോകം. ഹോസ്പിറ്റലിനകത്ത് ഉള്ളത് ഒരു ലോകം, പുറത്ത് മറ്റൊരു ലോകം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? अस्पताल में आने जाने अधिकांश लोग किसी न किसी रोग से पीड़ित होंगे. എന്താണ് അങ്ങനെ പറഞ്ഞത്? अस्पताल में आने जाने अधिकांश लोग, ഹോസ്പിറ്റലിൽ വരികയും പോവുകയും ചെയ്യുന്ന അധികം ആളുകളും കിസി ന കിസി രോഗസേ, ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗത്താൽ, ഒരു രോഗമല്ലെങ്കിൽ മറ്റൊരു രോഗം, അങ്ങനെ ഒരു രോഗമല്ലെങ്കിൽ മറ്റൊരു രോഗമായിട്ട് അവര് പീഡനം അനുഭവിക്കുന്നവരാണ്. പീഡിത് ഹെ. അധികാംശ ലോക കിസി ന കിസി രോഗസേ പീഡിത ഹോകെ, ഒരു രോഗം അല്ലെങ്കിൽ മറ്റൊരു രോഗത്താൽ അവര് എന്താണ്? പീഡിതരാണ്, ദുഃഖം അനുഭവിക്കുന്നവരാണ്. ലേക്കിൻ अस्पताल के भीतर की दुनिया इन परेशानियों से दूर है. എന്നാൽ ഹോസ്പിറ്റലിന് പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് ഈ പരേശാനിയോൻസെ, ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ ദൂരെയാണ്. വിഷമങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകമാണ് പുറത്തുള്ളത്. അകത്തുള്ളത് രോഗത്താലും വിഷമത്താലൊക്കെ ബുദ്ധിമുട്ടുന്നത്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് അകത്തുള്ളത്. പുറത്തുള്ളത് അതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. രണ്ടും രണ്ട് വ്യത്യസ്തമായ അലഗ് ദുനിയാഹേ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. इस धरती को प्रेम के सिवा और कुछ नहीं, इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता, इस पर अपना मत प्रकट करें. ഇസ് ധർത്തിക്കോ പ്രേം കെ സിവ, അതായത് ഈ ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കുക. പ്രേം സേ ഇൻസാനിയത്ത്, ആപസി വിശ്വാസ് ആദി അച്ചായി ബഡ് ജാത്തെ ഹെ. സ്നേഹമുള്ളപ്പോൾ മനുഷ്യത്വം, അതുപോലെ തന്നെ പരസ്പര വിശ്വാസം മുതലായ നല്ലതായിട്ടുള്ള കാര്യം, അച്ചായി,
അച്ചായി ബഡ് ജാത്തെ ഹെ. ഇങ്ങനെയുള്ള നന്മകളൊക്കെ വർദ്ധിക്കുന്നു. സ്നേഹമുള്ളപ്പോൾ മനുഷ്യത്വവും പരസ്പര വിശ്വാസവും വർദ്ധിക്കുന്നു. ലേക്കിൻ പ്രേം നഹി ഹെ തോ യഹ് അച്ചായിയാം നഷ്ട ഹോ ജായേഗി. എന്നാൽ സ്നേഹമില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അച്ചായിയാം ഇങ്ങനെയുള്ള നന്മകളൊക്കെ നഷ്ടമാകുന്നു. इसलिए इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും അവശേഷിക്കാൻ കഴിയുകയില്ല എന്ന് ബാക്കിയാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ മിലാൻ കരയാണ് അടുത്തത്. സഹി മിലാൻ കരെ കഥാർമേ ഗഡേ വ്യക്തിക്കോ. വരിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്താവശ്യമുണ്ടായിരുന്നോ? 20 രൂപയെ ചാഹിയത് അല്ലെ. വരിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ ബഹൻ കെ പാസ് നഹി താ അല്ലെ. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ സഹോദരിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ചായക്കെ ദുക്കാൻ വാലേ മുജ്സെ പൈസേന മാങ്കാതാ. ചായക്കടക്കാരനിൽ നിന്നും പൈസ വാങ്ങിച്ചില്ല. അസ്പതാൽ കെ ഭീത്തർ ഓർ ബാഹർ കി ദുനിയ അലഗ് അല്ലെ. ഇങ്ങനെയാണിത് വരുന്നത്. അത് എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം എഴുതിയത്. ഇതാണ് അതിന്റെ ആൻസർ. കതാർ മേ ഖഡേ വ്യക്തിക്കോ 20 രൂപയെ ചാഹിയേ. ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ ബഹൻ കെ പാസ് നഹീ था. चाय के दुकान वाले ने मुझसे पैसा न मांगा था. अस्पताल के भीतर और बाहर की दुनिया अलग थी. അങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി കെ ആധാർ പർ പൂർത്തി കരേം ഓർ വാക്യ ലിഖേം. ഇവിടെ സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗത്മ ഹോത്താ ഹെ പ്രേം സെ അങ്കുരിത് ഹോത്തി ഹെ. മുകളിൽ അവിശ്വാസ് എന്നും താഴെ എന്താണ് ഇൻസാനിയത്ത് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് കണ്ടോ, ഈ സെന്റൻസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. അവിശ്വാസ് ഗത്മ ഹോത്തായ പ്രേമസയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അല്ലെ. നടുക്കുന്ന ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. പ്രേമസേ അവിശ്വാസ് ഗത്മ ഹോത്താ ഹെ അല്ലെ. അതുപോലെ തന്നെ പ്രേമസേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ. പ്രേമസേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ. പ്രേമസേ അവിശ്വാസാണ് ആദ്യം എടുക്കേണ്ടത്. പിന്നെന്താണ് പ്രേമസേ അവിശ്വാസ് ഗത്മ ഹോത്താ ഹെ. ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് നോക്കാം. പ്രേമസേ इंसानियत अंकुरित होती है. प्रेम से इंसानियत अंकुरित होती है. प्रेम से अविश्वास खत्म होता है. प्रेम से अविश्वास खत्म होता है. ഓക്കെ. ഇനി അതുപോലെ നിങ്ങളോട് വേറെ 1 2 3 4 സെന്റൻസ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 4 സെന്റൻസ് ഉണ്ടാക്കുക. ഉണ്ടാക്കിയത് ഇവിടെ നമുക്ക് നോക്കാം. പ്രേമ സേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ. പ്രേമ സേ അവിശ്വാസ് ഖത്മ ഹോത്താ ഹെ നമ്മൾ നോക്കിയതാണ്. പ്രേമ സേ ദയ അങ്കുരിത് ഹോത്തി ഹെ അതാണ് മൂന്നാമത്തെ സെന്റൻസ് ഉണ്ടാക്കിയത്. പ്രേമ സേ ദയ അങ്കുരിത് ഹോത്തി ഹെ. പ്രേമ സേ ഹിംസ ഖത്മ ഹോത്തി ഹെ. പ്രേമ സേ സഹാനുഭൂതി അങ്കുരിത് ഹോത്തി ഹെ. പ്രേമ സേ ലാലച്ച് ഖത്മ ഹോത്താ ഹെ. അപ്പൊ എന്താണ്? പ്രേമസേ സഹാനുഭൂതി, സമാനുഭൂതി എന്ന് എഴുതാം, സഹാനുഭൂതി എന്ന് എഴുതാം കേട്ടോ. അവിടെ സമാനുഭൂതി എന്ന് എഴുതാം, സഹാനുഭൂതി എന്ന് എഴുതാം, രണ്ടും ശരിയാണ്. അങ്കുരിത് ഹോത്തി ഹെ. പ്രേമസേ ലാലച്ച് ഖത്മ ഹോത്താ ഹെ. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്രേമസേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ എന്ന് പറഞ്ഞാല് സ്നേഹത്തിൽ നിന്നും മനുഷ്യത്വം മുളയ്ക്കുന്നു, മനുഷ്യത്വം ഉണ്ടാകുന്നു സ്നേഹമുള്ളിടത്ത്. പ്രേമസേ അവിശ്വാസ് ഖത്മ ഹോത്താ ഹെ. അതുപോലെ തന്നെ സ്നേഹമുള്ളിടത്ത് എന്താണുള്ളത്? അവിശ്വാസം ഉണ്ടാവില്ല. അവിശ്വാസം ഖത്മഹോത്തി അവസാനിക്കുന്നു, അവിശ്വാസം അവസാനിക്കുന്നു. അത് അവിശ്വാസമില്ല, എല്ലാവരോടും വിശ്വാസമാണുള്ളത്. പ്രേമസേ ദയ അങ്കുരിത് ഹോത്തി. അതുപോലെ തന്നെ സ്നേഹമുള്ളിടത്ത് ദയ അങ്കുരിത് ഹോത്തി ഹെ, ദയ ഉണ്ടാകുന്നു. പ്രേമസേ ഹിംസ ഖത്മ ഹോത്താ ഹെ. ഹിംസ ഇല്ലാതെയാകുന്നു. സഹാനുഭൂതി ഉണ്ടാകുന്നു. പ്രേമസേ ലാലച്ച് ഖത്മ ഹോത്താ ഹെ. സ്നേഹത്തിൽ നിന്നും എന്തില്ലാതാവുന്നു? ലാലച്ച്, അത്യാഗ്രഹം ഇല്ലാതെയാവുന്നു. അങ്ങനെയാണ് നമ്മൾ 4 സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 അവിടെ തന്നതാണ്. പിന്നെ 1 2 3 4 അങ്ങനെ 4 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
डायरी में इंसानियत का प्रभाव स्पष्ट करने वाले प्रसंग कौन कौन से है ढूंढ कर लिखिए. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കണ്ടെത്തി എഴുതേണ്ട കാര്യമാണ്. ഡയറിയിൽ, അതായത് നമ്മൾ പഠിച്ചത് ഡയറി ആണല്ലോ, ഈ പാഠം ഡയറി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇൻസാനിയത്ത് കാ പ്രഭാവ് സ്പഷ്ട ഹോനെ വാലെ പ്രസംഗ്, മനുഷ്യത്വം പ്രകടമാക്കുന്ന തരത്തിലുള്ള പ്രസംഗം ഇതിലുണ്ട്. സംഭവങ്ങൾ മനുഷ്യത്വം പ്രകടമാക്കുന്നത് അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. 20 രൂപ കൊടുത്തത്, പിന്നെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്തത് അല്ലേ, അതൊക്കെ ചായ കൊടുത്തത്, അതൊക്കെയാണ് മനുഷ്യത്വം പ്രകടമാക്കുന്നത്. അതൊക്കെ നിങ്ങൾ പാഠം പഠിക്കുന്ന സമയത്ത് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആ സെന്റൻസ് ഒക്കെ നോക്കിയിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ഹമേൻ ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർണ ഹേ, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഈ വിഷയത്തിൽ ഒരു ലഘുലേഖ എഴുതാനാണ് പറഞ്ഞത്. ലഘുലേഖ എഴുതിയത് നോക്കാം. स्नेहिल व्यवहार, स्नेह किसी വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ത് കി ഭാവന ഹെ. സ്നേഹം ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അതുപോലെ തന്നെ ജീവനുള്ള ജീവ് കെ പ്രതി ഏതെങ്കിലും ഒരു വ്യക്തിയെ ജീവിയെ പസന്ത് കി ഭാവന ഹെ, ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഭാവനയാണ് എന്ത്, സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യനെ, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുത്തുന്നതാണ് സ്നേഹം. विषम परिस्थितियों में पड़े व्यक्ति से महत्वपूर्ण व्यवहार करना ही इंसानियत है. വിഷമകരമായിട്ടുള്ള പരിസ്ഥിതിയോമേ പടേ വ്യക്തിസെ, പരിസ്ഥിതികളിൽ വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ മഹത്വപൂർണ്ണ വ്യവഹാർ കർണാഹി ഇൻസാനിയത്തെ, അവരോട് മഹത്വപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം, അവരെ വിഷമാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെ സഹായം ചെയ്യുക, ഇതൊക്കെ इंसानियत है, മനുഷ്യത്വമാണ്. एक सामाजिक प्राणी होने के नाते मनुष्य को अपने सहजीवों से हमेशा स्नेहिल व्यवहार करना है. ഒരു സാമാജിക പ്രാണി ആയതുകൊണ്ട് തന്നെ മനുഷ്യന് അപ്പനെ സഹജീവോം സെ, സ്വന്തം സഹജീവികളിൽ ഹമേശ സ്നേഹിൽ വ്യവഹാർ കർണ ഹെ, എപ്പോഴും സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റം ചെയ്യാൻ സാധിക്കും, പെരുമാറാൻ വേണ്ടി സാധിക്കും. സ്നേഹിൽ വ്യവഹാർ സെ ഹം ലാലച്ച് അവിശ്വാസ് और हिंसा को मिटा सकते हैं. സ്നേഹപൂർണമായ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് അത്യാഗ്രഹം, ലാലച്ച് പറഞ്ഞ അത്യാഗ്രഹം, അവിശ്വാസം, ഹിംസ, ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. മിടാ സക്തേ ഹെ, ഇല്ലാതാക്കാൻ, അതൊക്കെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്താ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അല്ലെ, അത്യാഗ്രഹവും അവിശ്വാസവും ഹിംസയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. इससे दया, സമാനുഭൂതി, വിശ്വാസ് ആദി അങ്കുരിതോ ഹോത്തെ ഹെ. ആ സ്നേഹം ഉണ്ടെങ്കിൽ ദയയും സഹാനുഭൂതിയും വിശ്വാസവും ഉണ്ടാകുന്നു. प्रेम की वजह से ही यह धरती बची हुई है, यह सबसे ताकतवर मूल्य है. स्नेह की वजह, അതായത് സ്നേഹത്തിന്റെ കാരണത്താൽ തന്നെ ധർത്തി ബച്ചി ഹുയി ഹെ, ഈ ഭൂമി രക്ഷപ്പെടുന്നു. യഹ് സബ്സേ താക്കത്തവർ മൂല്യ ഹെ, ഇത് എല്ലാവർക്കും ശക്തി നൽകുന്നതാണ്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരിലും ശക്തി നൽകുന്ന ഒരു കാര്യമാണ്. താക്കത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. ഇനി അടുത്തത് ഇൻ വാക്യോं पर ध्यान दे, चर्चा करें और रेखांकित शब्दों की विशेषता पहचाने. आदमी फोन लगाने लगा, बहन रिपोर्ट लेकर जाने लगी, लोग चिल्लाने लगे, लड़कियां खेलने लगी. അതായത് ഇവിടെ ലഘു എന്ന സഹായക ക്രിയയുടെ പ്രയോഗമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. രേഖാങ്കിത ശബ്ദത, ഈ അടിവര ഇട്ടിരിക്കുന്ന ശബ്ദ, അതിന്റെ വിശേഷത തിരിച്ചറിയാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലഗ പറഞ്ഞ തുടക്കം എന്നാണ് അർത്ഥം. ആത്മീ ഫോൺ ലഗാനെ ലഗേ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഫോൺ ചെയ്യാൻ തുടങ്ങി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, സഹോദരി റിപ്പോർട്ടും കൊണ്ട് പോവാൻ തുടങ്ങി. ലോഗ് ചില്ലാനെ ലഗി, ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ലഡ്കിയാൻ ഗേൽനെ ലഗി, പെൺകുട്ടികൾ കളിക്കാൻ തുടങ്ങി. ഒക്കെ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് ലഘു വന്നിരിക്കുന്നത്. ലഘുവിന്റെ അർത്ഥം തുടങ്ങുക, തുടക്കം എന്നർത്ഥമാണ്. ലഘു ആരംഭിക്കുക, തുടങ്ങുക എന്നൊക്കെയാണ് ലഘുവിന്റെ അർത്ഥം വരുന്നത്. ഇവിടെ ലഘ, ലഘേ, ലഘ, ലഘി, ലഘേ, ലഘീം എന്ന് തന്നിട്ടുണ്ട്.
അതായത് ലഘ എന്ന് പറഞ്ഞാല് പുല്ലിംഗം ഏകവചനമാണ്. ആത്മീ മനുഷ്യൻ ഒരു വ്യക്തിയാണ് പറയുന്നത്. അത് ലഘ പുല്ലിംഗ ഏകവചനം ലഘ. ബഹൻ പറഞ്ഞ സഹോദരിയാണ്, സ്ത്രീലിംഗാണ്. അപ്പൊ സ്ത്രീലിംഗമായത് കൊണ്ട് ഇവിടെ ലഘി. ഓക്കെ. ഇനി ലോക് ജനങ്ങൾ ബഹുവചനാണ്, കുറെ ഉണ്ട് അല്ലേ. ലോക് ജനങ്ങൾ, അതുകൊണ്ടാണ് ബഹുവചനമായിട്ട് ലഘി എന്ന് വന്നത്. ലടുക്കിയ പെൺകുട്ടികൾ, അവിടെ എന്താണ് ബഹുവചനാണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് വന്നു ലഘി. സ്ത്രീലിംഗാണ്, ബഹുവചനാണ്, അപ്പൊ ലഘീം എന്ന് വന്നു. പിന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാ ക്രിയാധാതുവിന്റെ കൂടെ എന്തുണ്ട് നേ ചേർത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇതിന്റെ പ്രത്യേകത. നേ, ജാനേ, ചില്ലാനേ, ഗേൽനെ. അതായത് ലഘുവിന്റെ തൊട്ട് മുമ്പ്, ലഘു പ്രയോഗിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പ് തന്നെ എന്തുണ്ടായിരിക്കും നേ എന്ന് ചേർത്തിട്ടുണ്ടാവും. ക്രിയാധാതുവിനോട് കൂടി നേയാണ് ചേർക്കുക. ഗേൽന കളിക്കുക എന്ന ക്രിയയോട് കൂടി നേ ചേർത്തു. ക്രിയാധാതുവാണ് ഗേൽന എന്നതിന്റെ ക്രിയാധാതുവാണ് ഗേൽ. ഗേൽ അതിന്റെ കൂടെ നേ ചേർത്തു, ഗേൽനയിലേക്ക്. ഓക്കെ, മനസ്സിലായില്ലേ. ഇത്രയാണ് നമുക്ക് ഇതില് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് വർക്കൊന്നും തന്നിട്ടില്ല, ലഘുവിന്റെ പ്രയോഗം മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാഠത്തിൽ ലഘു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ലഘുവിന്റെ പ്രയോഗം നിങ്ങളോട് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. എല്ലാതും നോക്കിയിട്ട് എഴുതിയെടുക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ഓക്കെ.